ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയേക്കണേ. അത് നമുക്ക് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 13,573 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ വർക്ക് കയറ്റിയേക്കണത് കേട്ടോ, ചെയ്യാൻ കയറ്റിയേക്കണത്. ഇപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ ക്ലീനിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. ലൈനറിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പൊടിയുണ്ട്, അപ്പോൾ അതാണ് ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് കാണിക്കുന്നത്. ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സൗണ്ട് വന്നാൽ അതിൻ്റെയാണ്, അത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനർ ക്ലീൻ ചെയ്തിടാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി പുതിയ ടയർ എടുക്കണേ. ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഗിയർ ഓയിലൊക്കെ നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, എന്നാൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. നിലവിൽ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് നമുക്ക് കിടക്കുന്നത്. ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തണം. ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ലൂബ്രിക്കേഷൻസ് നമ്മൾ അഴിച്ച് കൊടുക്കണം. ഗ്രീസാണ് വരാം, ഗ്രീസിങ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി അഴിച്ചേക്കണതാണ്. കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നിലവിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും ഓക്കെയാണ്. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതിനുള്ളിൽ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. സാധാരണ ഈ സൈഡിലൊക്കെ ഓയിൽ ലീക്കൊക്കെ കാണിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണം. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി ഇതും ഇരിക്കുന്നത് വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. 2025 ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. പുതിയ ബാറ്ററിയാണ്. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂട്ടത്തിൽ നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.10. അപ്പോൾ നിലവിൽ ബാറ്ററിയൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിലെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലെ ഷോക്കിൻ്റെ ആക്ഷനൊക്കെ നമ്മൾ നോക്കി, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഓയിൽ ലീക്കോ കാര്യങ്ങളും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. വീൽ ബെയറിങ് ചെക്ക് ചെയ്യുന്നുണ്ട്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണം. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ വീല് അഴിച്ച് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യും കേട്ടോ. അപ്പോൾ ക്യാമൊക്കെ ടൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഗ്രീസ് ചെയ്ത് കഴിയുമ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ ആയിക്കോളും, പ്രോബ്ലം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേ നിലയിൽ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കിടെയാണ് പ്ലഗ് മാറ്റേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് സർവീസൊക്കെ ഒന്ന് നോക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കാൻ അടുത്ത സർവീസ് നമുക്ക് മാറ്റിക്കളയാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കി, ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഓയിലാണ്. ഏകദേശം 800 കിലോമീറ്റർ കൂടി നമുക്ക് ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി എഞ്ചിൻ ഓയിൽ. 800 കിലോമീറ്റർ കൂടി ഓടണതിന് കുഴപ്പമില്ല. 2200 കിലോമീറ്ററാണ് ആയിട്ടുള്ളൂ. 3000 കിലോമീറ്റർ ആയിട്ട് ഓയിൽ മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ 800 കിലോമീറ്റർ എന്ന് ചിലപ്പോൾ ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ 1-2 മാസമൊക്കെ ഉപയോഗിക്കാൻ കിട്ടും. അതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നോർമലി വെച്ചേക്കണം. 800 കിലോമീറ്ററിൽ ഓയിൽ മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോർമലി വെച്ചേക്കാം. അടുത്ത സർവീസ് വരെ ഓടിച്ചുകൊണ്ട് നടക്കരുത്, ശ്രദ്ധിച്ചോടാം. നോട്ട് ചെയ്തിട്ട് അത് കണക്കാക്കിയിട്ട് ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എത്രയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യട്ടെ. ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആവും. 5 മണി 5:30 ആവും എന്തായാലും തീരുമേ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.